അനുരാഗി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ചുമക്കുമ്പോ നിൽക്കുന്ന തേപ്പോ അതൊക്കെ ഉണ്ടാക്കണ്ടായിരുന്നു. അതാണെങ്കിൽ അടുക്കുന്നുമില്ല. സോപ്പിട്ട് നോക്കിയാല പൊന്നെ തുണി കഴുവാണോടി? അല്ല, ചീര നടണം. നീ ഇങ്ങനെ പിണങ്ങല്ലേടി? കൊഞ്ചല്ലേ അധികം കൊഞ്ചു വരല്ലേ. എന്റെ ജാതക ദോഷം എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചേ, അറിയോ? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എന്തിന്റെ കുറവാണ്? നിങ്ങൾക്കല്ല കുറവ്, എനിക്കാ കുറവ്. നിങ്ങളെക്കാളും 20 വയസ്സ് എനിക്ക് കുറവാ. നീ അങ്ങനെ പറയല്ലേടി? നിങ്ങളുടെ സംശയം കൊണ്ട് എനിക്ക് പറ്റുന്നില്ല. എന്റെ പൊന്നെ, സംശയം കൊണ്ടല്ല, നിന്നോടുള്ള കെയറിംഗ് അല്ലേ, സ്നേഹം കൊണ്ടാ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം ഇത്രയും വീടുണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. അവരെല്ലാം എപ്പം നോക്കല്ലോ ഇങ്ങോട്ടാണ് നോക്കുന്നത്. അത് മാത്രമല്ല, ആരെങ്കിലും പുതിയതായിട്ട് തൂടി പോയി കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് നോക്കും. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നീ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഇതോട് നിങ്ങളുടെ സംശയം, ഇതോട് നിങ്ങളുടെ സംശയം. എന്റെ പൊന്നെ, ഇത് സംശയം കൊണ്ട് ചോദിക്കുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ കോഴിക്കൂട്ടിന്റെ അടിയുന്നു കുറച്ച് വീടിക്കുട്ടി കിട്ടി. ആരുടെ അടിയാണ്? ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ അച്ഛൻ എന്നെ കാണാൻ വേണ്ടി കോഴിക്കൂടിന് അതിലാണോ വരുന്നത്? അച്ഛൻ വലിച്ചിട്ടിട്ടതായിരിക്കൂലേ. ഈ കോഴിക്കൂട്ടിന് അടി കൂടി ഇങ്ങനെ പമ്മി വരാൻ നിന്റെ അച്ഛൻ എന്തുകൂടി ഊളനാണ്? എന്റെ അച്ഛനെ പറയുന്ന സ്വഭാവം മാറേ. നിങ്ങൾ എപ്പോ നോക്കിയാൽ എന്റെ അച്ഛനെ പറയണത് എന്തിനാ? എന്റെ പൊന്നെ, നീ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ. നീ എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ ഉണ്ടാക്കി. എനിക്ക് സൗകര്യമില്ല, ഞാൻ വല്ലയിടത്തും പോയി കിടക്കാൻ പോവാ. കിടക്കാൻ പോവാണ്? എന്നാ പിന്നെ ഞാനും ഉണ്ട്. ചേച്ചിയാ, ഇത് എന്തൊരു ബഹളമാടാ. ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ചേച്ചിയുടെ വീട് എവിടെ? അപ്പുറത്ത്. എന്താ പിന്നെ ചേച്ചിയുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങണം, ഇവിടെ കിടന്ന് ഉറങ്ങണം എന്തിന്? എടാ, അതല്ല, നിങ്ങളുടെ ബഹളക്കാരനെ കരുണാസൗകര്യം ഇല്ലെന്ന്. നീ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച ഈ നാട്ടുകാരുടെ മുന്നിൽ നിനക്ക് എന്തെങ്കിലും ഒരു വില കിട്ടുവാടാ? സത്യമാ ചേച്ചി, എനിക്ക് വിലയെന്ന് പറയുന്നത് എന്റെ ചേച്ചി. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു സംഭവം നടന്ന ചേച്ചിക്ക് അറിയാലേ? എന്ത്? ഇവിടെ ചന്തയപ്പെട്ട് മാങ്ങയും മേടിച്ചോണ്ട് വന്ന് ഒരു ഓട്ടോയ്ക്കകത്ത് വെച്ച് അങ്ങ് മറന്ന. എന്നിട്ട് ഇവള് വന്നിട്ട് ഫേസ്ബുക്ക് അങ്ങോട്ട് എടുത്തിട്ട് ഒറ്റ ലൈവ്. ഹായ് ഫ്രണ്ട്സ്, എന്റെ 2 കിലോ മാങ്ങ നഷ്ടപ്പെട്ടു, കണ്ടു കിട്ടുന്നവര് കൊണ്ടുതരണേന്ന്. എന്നിട്ട് പറഞ്ഞു തീരുന്നില്ല. എവിടുന്നൊക്കെയാന്ന് അറിഞ്ഞോ, കുറെ അമ്മമാര് മാങ്ങയിട്ട് വന്നങ്ങ് കയറി. ഈ വീട്ടിനകത്ത് നിറച്ചും മാങ്ങയും പോവാലോ, ചേച്ചിക്ക് അറിയാവോ? എടാ, അതൊക്കെ ഈ ഫേസ്ബുക്ക് ഫ്രണ്ട് ഉള്ളവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാ. ചേച്ചി, എനിക്ക് കൊണ്ട് വെച്ച് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് 2000 പേരാണ്. എന്റെ അനിയന് ആക്സിഡന്റ് പറ്റിയപ്പോ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു. എന്നിട്ട് പറഞ്ഞു ഇച്ചിരി ചോര വേണോന്ന്. ഇത് കണ്ടിട്ട് വേറൊരുത്ത മറുപടി വിടുവാ, ചോര ചോദിക്കാൻ നിന്റെ അനിയൻ എന്തോ ട്രാക്കുളയാന്ന് തോന്നുന്നു. എടാ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ, ഞങ്ങളൊക്കെ ഇല്ലേ. അങ്ങനെ പിടിക്കില്ല ചേച്ചി, ചിലപ്പോ പെട്ടെന്ന് ഞാൻ വളയും. നീ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്ന? ഇല്ല ചേച്ചി, ഞാൻ അനിയത്തിലെ കല്യാണത്തിന് പോയി 12 മണിയായി വന്നപ്പോ രാത്രി. അങ്ങനെ വരട്ടെ, ചുമ്മാതല്ല. എടാ, നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ല അറിയുന്നുണ്ടോ? ഇങ്ങനെ പെണ്ണുമ്പിള്ളയുടെ മോന്തക്കിട്ട് നോക്കി ഇരുന്നോ, അതുകൊണ്ടാ ഒന്നും അറിയാത്തത്. ചേച്ചി, അവളൊരു പാവം ചേച്ചി. പിന്നെ പാവം നീയേ അവക്കിട്ട് നോക്കി ഇരിക്കുന്ന നേരത്തെ ഈ പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കണം, അപ്പോഴേ ഓരോന്ന് കാണത്തുള്ളൂ. ചേച്ചി എന്തോ ഉദ്ദേശിക്കുന്നത്? എന്തോ ഉദ്ദേശിക്കുന്നേന്നാ? നീ വാ, കാണിച്ചു തരാം. ഇങ്ങോട്ടൊന്ന് നോക്കടാ. എടാ സുരേന്ദ്ര, ഇത് ആരുടെ ചെരുപ്പ്? ഇത് എന്റെ ചെരുപ്പൊന്നും അല്ലത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇത് ആരുടെ ചെരുപ്പെന്ന്. പട്ടി വല്ലതും കടിച്ചോണ്ട് വന്നതായിരിക്കും. പിന്നെ പട്ടിക്ക് ചെരുപ്പ് കടയിലല്ലേ ജോലി, ജോലിയായിട്ട് കടിച്ചോണ്ട് തരാനായിട്ട്. നിങ്ങളുടെ ചാട്ടിനെ കാണുമായിരിക്കും. എന്റെ ചേട്ടൻ ഇങ്ങനത്തെ ചെരുപ്പൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചെരുപ്പിന്റെ ഉടമ ആരാന്ന്. ചേച്ചി, നിങ്ങൾ ആവശ്യമില്ലാത്ത ഓരോന്നും വന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇല്ലാത്ത ലഹള ഉണ്ടാക്കുന്ന, അറിയാവോ? എടാ, പറയുന്നതിനാണോ കുഴപ്പം? നീ ഇങ്ങനെ ഒരു മണകൊണാഞ്ചനായിപ്പോയല്ലോ. എന്റെ സുരേന്ദ്ര, നീ നോക്കിക്കോ, ഇപ്പൊ അവിടുന്ന് ചെരുപ്പ് കിട്ടി, നാളെ ഇവിടുന്ന് ഷർട്ട് കിട്ടും, മറ്റൊന്ന് അകത്തുനിന്ന് ആളെ കിട്ടും. സുരേന്ദ്ര, ഞാൻ പറയാനുള്ള പറഞ്ഞു, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. നീ എന്നാന്ന് വെച്ചാ ചെയ്യോ, ഞാൻ പറയാനുള്ള പറഞ്ഞു. എന്തൊരാശ്വാസം. ചേച്ചി പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. കാരണം എന്നെക്കാളും 20 വയസ്സിന് എളുപ്പമാണ് അവള്. മനസ്സൊന്ന് ചഞ്ചലിക്കില്ലേ? ചഞ്ചലിക്കും. ഇറങ്ങി വന്നേ. എന്താ ഇറങ്ങി വന്നേ. നിന്നെ ഞാൻ കൈയോടെ പോക്കി. ചോദിക്കുന്നതിന് കറക്റ്റ് ആൻസർ പറയണം. എന്തായിട്ട് കാര്യം എന്താ? ആരുടെ ഇവിടെ ഇന്നലെ വന്നിട്ട് പോയെ? ഇന്നലെ ഇവിടെ ആരാണ് വന്നിട്ട് പോയത്? നിങ്ങൾക്ക് എന്താ പ്രാന്തായ? ആരുടെ അടി ഇത്? ഈ ചെരുപ്പ് ആരുടെ അടി? എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞോ, ഇന്നലെ ഇവിടെ ആരാ വന്നിട്ട് പോയത്? ചേട്ടാ, എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ. നിന്നെ കൊന്നുകളെ ഞാൻ. സത്യം പറ. എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ. ആരാ ഇവിടെ വന്നിട്ട് പോയത്? കാമുകൻ.
അവള് പറഞ്ഞോട്ടെ കാമുകൊന്ന്. ഇനി എനിക്ക് ഉറക്കമില്ല, ഇനി എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ്. എന്റെ ക്യാമറ കണ്ണുകൾ ഈ പരിസരം മൊത്തം നിരീക്ഷിക്കും. അല്ല, ചിലപ്പോ ഇന്ന് ചെരുപ്പ് കിട്ടി, ഇനി അവന്റെ അവശിഷ്ടങ്ങൾ പോലെ ഇതിന്റെ ബാക്കിലുണ്ടെങ്കിലാ ഇവനെ ഞാൻ കൈയോടെ ഞാൻ പോക്കും. നോക്കിക്കോ, ഇനി കാണപ്പുറത്തെ യുദ്ധം കണ്ടോ. എടാ നീ ഇവിടെ ഉണ്ടോ? നിന്നെ കാണാനില്ലല്ലോ. എന്റെ പൊന്നേച്ചി, മഴ ഇടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ കേബിളുകാരെ കാണാൻ കിട്ടുവോ? എടാ ഇവിടെ കേബിൾ ഇല്ലാത്തോണ്ട് TV കാണാൻ പറ്റുന്നില്ലടാ. തന്നെ നിന്നെ വിളിച്ചാ പോലും നീ ഫോൺ എടുക്കാത്ത കഷ്ടാട്ടാ. എന്റെ പൊന്നേച്ചി ഭയങ്കര തിരക്കാ. അതൊക്കെ വിളി ചേച്ചി, കുടിക്കാച്ചി വെള്ളം ചെടുത്താണ്. കുടിക്കാൻ വെള്ളം എടുത്തു. എന്താടാ നീ ഇവിടെ വന്നേ? നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നേ? ചേച്ചി വിളിച്ചിട്ട് വന്നത്. ചേച്ചി വിളിച്ചിട്ട് വന്നു. ചേച്ചി നിന്നെ എപ്പോഴും വിളിക്കോടാ? ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. കാണാൻ പറ്റുന്നില്ല, ഒന്ന് വാ. അയ്യോ, അങ്ങനൊക്കെ. വേറെന്തെങ്കിലും സംഭവം ഉണ്ടോടാ? വേറൊരു കാര്യം ഉണ്ടെണ്ണ, വന്നാലും നഷ്ടമില്ല. കാര്യം കഴിഞ്ഞ് പോകുമ്പോ പൈസ ആയിരുന്നു കഴിഞ്ഞ നിറച്ച്. ഒരു ദാരിദ്ര്യമില്ല ചേച്ചിക്ക്. നല്ല ചേച്ചിയാ. അപ്പൊ എന്റെ അലമാരി ഇരിക്കുന്ന കാശ് മൊത്തം ഇവന്റെ അണ്ണാക്കിലോട്ടാ പോകുന്നല്ലേ? അണ്ണെന്തോന്നാണ് പുറകുന്നത്? ഒന്നുമില്ല. അണ്ണെന്തോണം തുള്ളുന്നത്? ഒന്നുമില്ലടാ. അല്ല എന്തോന്നു? അല്ല അല്ല നീ ഇവിടെ എന്തിനാ വന്നേന്ന് ഞാൻ ചോദിച്ചു. എന്റെ പൊന്നണ്ണ TV കാണുന്നില്ലാന്ന് ചേച്ചി പറഞ്ഞു. ഒന്ന് വാ നോക്കിട്ട് പോ. കാശ് തരും, അതുകൊണ്ട് നമ്മള് വരുന്നത്. ടിവിയുടെ സംഭവല്ലേ? ടിവിയുടെ അല്ല അവിടെ. ഞാൻ ഈ TV ഒന്ന് നോക്കട്ടെ, എന്താണ് കംപ്ലൈന്റ്? ഇവന്റെ ചെരുപ്പ് ആണെങ്കിലോ ചിലപ്പോ. നീ അങ്ങോട്ട് കയറിപ്പോന്ന്. TV നോക്കണ്ടടാ. ഇവിടെ ഒരു മര്യാദ ഉണ്ടോടാ? ഒരു വീട്ടിൽ വരുമ്പോഴത്തേക്ക് ആരും ചെരുപ്പിട്ടുണ്ടാവത്തോട്ട് പോകും. ചെരുപ്പ് ഒരു വെളിയിട്ടിട്ട് വേണ്ടേ പോവാൻ? ഞാൻ ഇവിടെ വരുമ്പോ സ്ഥിരം ഞാൻ ചെരുപ്പ് ഇട്ടോണ്ടാണല്ലോ അകത്ത് കയറുന്നത്. ഇവിടുത്തെ സിസ്റ്റം ഒക്കെ ഇപ്പൊ മാറി. ഓ പരിഷ്കാരി നടക്കുന്ന ചെരുപ്പ് ഞാൻ കാണാൻ നിങ്ങളെ വീട് ചെയ്യത്തിയാവണ്ട. നല്ല ചെറുക്ക. നീ അങ്ങനെ ചോദിക്കണ്ടല്ലോ. ഇപ്പൊ കറക്റ്റ് അറിയാലേ. ഇവന്റെ തലമണ്ട അടിക്കാൻ പൊട്ടിക്ക് ഇവനാണെങ്കിൽ. ഞാൻ ഒരു കാര്യം പറയാം. എന്താടാ? നിങ്ങളെ ഭാര്യക്ക് തലക്കത്തിന് അസുഖമാണ്. അണ്ണാ കേബിളിന്റെ പൈസ അതാണ് പ്രശ്നം. TV ആണെന്നത് പറഞ്ഞു മനുഷ്യനെ മെനക്കെടുത്താണ്. അതാണ് പ്രശ്നം. പിന്നെ അല്ലാതെ നാളെ നോക്കി. കറക്റ്റ് അല്ലടാ, കറക്റ്റ് അല്ലേ? നിന്റെ അരിപ്പല്ലേ? സൂപ്പർ അരിപ്പാണല്ലോടാ ഇത്. ഇതാരെ അരിപ്പത്? നിന്റെ അരിപ്പല്ലേ ഇത്? ഇത് എനിക്ക് വലുതാന്നത്. നിന്റെ അരിപ്പടാ അത്. എന്റെ അരിപ്പല്ല. നിന്റെ അരിപ്പ. എന്റെ ചെരുപ്പല്ലെന്ന് ഇതാണ്ട് നോക്കിയാണ് വലുത്. കണ്ടോ? എന്റെ അരിപ്പല്ല കേട്ടോ വലുത്. ഇത്തിരി കാല് കുത്തിക്കറ്റി വെക്ക്. കാല് കുത്തിക്കയറ്റ വലുത് നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ? അപ്പൊ ഇത് നിന്റെ അല്ലടാ. എന്റെ അല്ല. നിന്റെ അല്ല. എന്റെ ചെരുപ്പ് എവിടെ? അപ്പൊ നീ അല്ല. ഞാനല്ലേ? അല്ല ഞാൻ നിന്റെ അല്ലെന്ന്. എന്റെ ചെരുപ്പ് എവിടെ? ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പട്ടി കടിച്ചോണ്ട് ഒന്ന് വിചാരിച്ചു ഞാൻ അയ്യത്തോട്ട് എടുത്ത് എറിഞ്ഞു. ദൈവമേ എന്ത് കഷ്ടമെന്ന് പറയാം. എനിക്കൊരു സമാധാനമില്ല. എന്നെക്കാളും പ്രായം കുറഞ്ഞ പെണ്ണിനെ കെട്ടുകയും ചെയ്തു. ഇത് ഞാന്റെ ചെരുപ്പാണോ എന്തോ? ആരായിരുന്നാലും ശരി, അവനെ ഞാൻ പൊക്കും. അവനെ പതിനെ ഇടിക്കാൻ കലക്കും. നോക്കും ഇവിടെ ഞാനേ വേണ്ട. ഭാഗവതരോ? അതെ. സാധാരണ വൈകുന്നേരത്താണ് ക്ലാസ്. അതെ. ഈ രാവിലെ തന്നെ എന്തിനു വന്ന്? മറ്റൊന്നുമല്ല, രാവിലെ വന്നാൽ കുട്ടിയെ കുറിച്ച് സാധകം ചെയ്യിക്കാം എന്ന് വിചാരിച്ചു. സാധകം ചെയ്യിക്കാൻ വേണ്ടി. അല്ല, സാധാരണ ഈ നേരത്ത് ഇവിടെ കാണാറില്ലല്ലോ. ദൈവമായിട്ട് നിർത്തിയതാ. നന്നായി. എന്റെ ശുദ്ധസംഗീതം കുറച്ച് ആസ്വദിക്കാമല്ലോ. ഈ നാരുടെ പാട്ട കാര്യമൊക്കെ അങ്ങനെ പറയരുത്. അത് പറയരുത്. ഞാൻ പാറക്കല്ലിൽ നിന്നും ഒരു സംഗീതം കേൾപ്പിക്കുന്ന ആളാണ്. പാറക്കല്ലിൽ നിന്നും. എന്നാ എന്റെ ഈ അരിമ്പറക്കകത്ത് ഒരു ഫ്യൂഷൻ കേൾപ്പിച്ചേ. അതല്ല, എന്റെ അച്ഛനൊക്കെ ഉണ്ട്. പിന്നെ എന്നെ പൊത്തിന്ന് വലിച്ചിട്ടതാണ്. അതിന്റെ ഒരു ഷേപ്പ് ഉണ്ട്. അതല്ല, എന്റെ അച്ഛൻ മഹാനായ ഒരു സംഗീതജ്ഞനായിരുന്നു. ഒരിക്കൽ ദുബായിൽ നിന്ന് ഒരു സംഘം ആൾക്കാർ വന്ന് പറഞ്ഞു, അച്ഛൻ ഒരു പാട്ടിന് 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് ദുബായിലേക്ക് വിളിച്ചോണ്ട് പോയി. അവിടെ ചെന്ന് അച്ഛൻ ആദ്യത്തെ പാട്ട് പാടിയപ്പോ തന്നെ അവർ അച്ഛന്റെ മണ്ട അടിച്ച് കീറി. അയ്യോടാ. അച്ഛന്റെ പേരെന്തുവായിരുന്നു? രാമചന്ദ്രൻ പയ്യപ്പാടി. ഞാൻ പയ്യപ്പാടിയെ തലമണ്ട അടിച്ച് പൊട്ടിക്കത്തില്ല. അത് ഒരു പാട്ട് 1 ലക്ഷം രൂപ വെച്ച് നിങ്ങളുടെ അച്ഛന്റെ കയ്യിലെ തെറ്റാ. അതെ, അത് അടി കിട്ടിയപ്പോഴാണ് അച്ഛന് മനസ്സിലായത്. എന്നാ പിന്നെ കുട്ടിയെ വിളിച്ചാൽ സാധകം അങ്ങോട്ട് തുടങ്ങാം. വിളിക്കണം അല്ലേ? കണ്ടോളാൻ വയ്യ പഠിപ്പിക്കാൻ അല്ലേ? വിളിക്കട്ടെ. വന്നല്ലോ. ഇനിയേ ഈ കിളവന്റെ ചെരുപ്പും കാണുവാണെങ്കിലാ പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കിളവന്മാർക്കാണ് ഞരമ്പ് കൂടുതൽ. എവന്റെ ആന്ന് തലമണ്ട അടിക്കാൻ പൊട്ടിക്കും ഞാൻ. അപ്പോ തുടങ്ങാം മാഷേ.
സാഗരി. സാറേ എനിക്ക് ചെറിയ തൊണ്ടവേനുണ്ട് മാഷെ. തോന്നി പാടിയപ്പോ തോന്നി ഭാവം ശ്രുതി താളം ഇതൊന്നും തീരെ ഇല്ല. ഇല്ല അതാ പറഞ്ഞില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ ഇന്ന് ക്ലാസ് വേണ്ട, നാളെ ആവട്ടെ. അതാ നല്ലത്. അതാ എനിക്ക് കൈയോടെ പൊക്കാല്ലേ. ഞാൻ പോയിട്ട് നാളെ വരാം. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? എന്തോന്ന്? ഓ അമ്മന്റെ ചെരുപ്പേ കറക്റ്റ് ചെരുപ്പല്ലേ അത്? അയ്യോ, ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോ മറന്നിട്ടിട്ട് പോയ ചെരുപ്പ്. ഓ പിടിച്ച് 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 പിടിച്ച്. അപ്പൊ ഇത് നിങ്ങൾ കൊണ്ടുവന്ന് ഇട്ട ചെരുപ്പാണല്ലേ? അതെ. അപ്പൊ നിങ്ങളുടെ ചെരുപ്പല്ലേ? എന്റെ ചെരുപ്പല്ല. ഇത് നിങ്ങൾ കൊണ്ടുവിടെ ഇട്ട ചെരുപ്പാണോ? അതെ. അപ്പൊ നിങ്ങളുടെ ചെരുപ്പല്ലേ? അല്ല. എടോ, ഇത് നിങ്ങൾ കൊണ്ടിട്ട ചെരുപ്പാണോ? അതെ. അപ്പൊ ഇത് നിങ്ങളുടെ ചെരുപ്പല്ലേ? അല്ല. എന്റെ ദൈവമേ, പ്രിയദർശൻ സിനിമയുടെ കൂട്ട് എന്നെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്നേ. എടോ, തന്റെ ചെരുപ്പല്ലേ ഇത്? അല്ല. തേങ്ങ അർത്ഥോണ്ടിപ്പോ ഭയങ്കര ബഹളമല്ല. എന്തൊരു ബഹളം നിങ്ങളെ ബഹളം കാണാൻ കോൺസെൻട്രേഷൻ ഇല്ല. തേങ്ങ വെട്ടേണ്ട ഞാൻ കരിക്ക് വെട്ടിയിടുന്നു. എടാ, അത് എന്നടാ ഇവിടുത്തെ പ്രശ്നം. കൊപ്രതിന്റെ പ്രായത്തിലെയും മുതുകണ്ട കരിക്ക് തിന്നാൻ വേണ്ടി വന്നേക്കുന്നു. എന്റെ ഭാര്യയുടെ കള്ളക്കാമൂനെ ഞാൻ കയ്യോടെ നോക്കിയടാ. ഭാഗവതരാ താ നിക്കുന്നത് ആള് കൊള്ളാല്. അണ്ണ ഒന്ന് തെളിച്ച് പറയണ. അതായത് ഇന്നലെ ഇവ ഇവിടെ വന്നിട്ട് പോയപ്പോ ഇവന്റെ ചെരുപ്പ് ഇവിടെ കൊണ്ടിട്ടു. ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചത് നിന്റെ ചെരുപ്പാണോ എന്ന് ചോദിച്ചു. അപ്പം പറയാ അല്ലാന്ന്. പക്ഷെ അവൻ കൊണ്ടിട്ട ചെരുപ്പാണ്. അത് സമ്മതിച്ചു. ചെരുപ്പോടെ താഴെക്കണ്. അണ്ണ ഒരു ടിസ്റ്റ് ഉണ്ട്. എന്ത്? ഇത് ഇയാളെ ചെരുപ്പല്ല, പിന്നെ ഇത് എന്റെ ചെരുപ്പാണ്. അപ്പൊ നീയാണല്ലേ എന്റെ ഭാര്യയുടെ കള്ളക്കാമ്പ്. എടാ, നിന്റെ ടിസ്റ്റ് അല്ലടാ എന്റെ ടിസ്റ്റ്. കഴിഞ്ഞ ആഴ്ച ഈ അടുത്ത അമ്പലത്തില് നീ എന്റെ കച്ചേരി വെക്കാൻ വന്നായിരുന്നോ? ഇവിടുത്തെ അമ്പലത്തില് ഞാൻ കച്ചേരി വെക്കാൻ വന്നായിരുന്നു. വന്നു പോയി. അവിടെ ഞാൻ ആദ്യ പാട്ട് പാടി തീരും മുമ്പേ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരു ജോഡി ചെരുപ്പ് വന്ന് എന്റെ മുഖത്ത് ഇങ്ങനെ അങ്ങ് അടിച്ചു. സിംഗിള് ചെരുപ്പാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം, നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നതല്ലേ. ഇത് ടൈമിങ്ങിൽ ഒരു ജോഡി ചെരുപ്പ്. അന്ന് തൊട്ട് ഈ ചെരുപ്പ് എടുത്തോണ്ട് ഞാൻ നടക്കാം ഇതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാൻ. ഇപ്പോഴാണ് എനിക്ക് പിടി കിട്ടിയത്. നിന്നെ ഞാൻ വിടൂല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളന്ന് പാട്ട് പാടിയാണ്. ഞാൻ വിചാരിച്ച മൈക്കിൽ കൂടെ കാര്യം പറയണമെന്ന്. കാര്യം പറഞ്ഞാണെന്ന് അവിടെ നില്ലടാ. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം തീർന്നല്ലോ. അയ്യോ, നീ ഞങ്ങളുടെ പ്രശ്നം ആരംഭിക്കുന്നേ ഉള്ളൂ. ഒന്നും ചെയ്യരുത്. അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. നിങ്ങളെ പോലെ ഒരു സംശയം എവിടെ കൂടെ ഇനി ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. മുത്തേ പോവല്ലോ മുത്തേ. അയ്യ, അത് ഞാൻ ഇനി സംശയിക്കത്തില്ലെന്ന് മുത്തേ. ഞാൻ പോവാ. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. നോക്കിക്കോ, ആ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പോവാ. ചേച്ചി ഇതെവിടെ പോവാ? പെട്ടിയൊക്കെ എടുത്തോണ്ട്. എന്റെടി കൊച്ചെ, ഒന്നും പറയണ്ടടി. ഞാൻ കാണാൻ പറ്റാത്ത കാഴ്ചയെല്ലാം കണ്ടടി. എന്റെ ജീവിതം പോയടി. എന്താ ചേച്ചി, എന്താ കാര്യം? എന്താ എടി, ഞങ്ങളുടെ കാറിനകത്തുനിന്ന് എന്റേതല്ലാത്ത ഒരു ജോഡി ലേഡീസ് ചെരുപ്പ് കിട്ടിയടി. എന്റെ കെട്ടിയാൻ പഴച്ചു പോയേ. ചേച്ചി, സ്വന്തം കുടുംബത്തെ കാര്യങ്ങൾ തിരക്കാണ്ട് മറ്റുള്ളവരുടെ കുടുംബത്തെ കാര്യങ്ങൾ തിരക്കി നടന്നാലേ ഇങ്ങനെ ഇരിക്കും. കേട്ടിട്ടില്ലേ ചേച്ചി? കൊടുത്താ കൊല്ലത്തും കിട്ടും. ചേച്ചി ബസ് സ്റ്റോപ്പിലേക്കാണോ? ഞാനും ഉണ്ട്. മുത്തേ പോവല്ലോ മുത്തേ. പോണോ പോത്തെ.